നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതിയാണ് സദാനന്ദനെ നോമിനേറ്റ് ചെയ്തത്. സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. CPI ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനെ തിരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ നിന്നും CC മുകുന്ദൻ MLA ഇറങ്ങിപ്പോയി. ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെയാണ് ഇറങ്ങിപ്പോക്ക്. തിരുവില്ലോമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനം തുടങ്ങും മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന ആവശ്യം. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ റോഡരികിൽ നിന്നയാളെ ആംബുലൻസ് ഇടിച്ചു വീഴ്ത്തി. അപകടത്തിനിടയാക്കിയ ആംബുലൻസ് നിർത്താതെ പോയതായി പരാതി. തളിക്കുളത്തുള്ള മെക്സിക്കാന ആംബുലൻസ് ആണ് അപകടമുണ്ടാക്കിയത്. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പടിഞ്ഞാറേ വെമ്പല്ലൂരിൽ കടലിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മലപ്പുറം ജില്ലയിലെ താനൂർ എടക്കടപ്പുര കമ്മാക്കന്റെ വീട്ടിൽ ഷാജഹാന്റെ മകൻ 17 വയസ്സുള്ള ജുറൈജാണ് മരിച്ചത്. തൃശൂർ ജില്ലാ കോൾ കർഷക പ്രതിനിധികളുടെ യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഒരു വിഭാഗം നേതാക്കൾ ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ചു. പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് രാജിവെച്ചവർ. ഡിവൈഎഫ്ഐ പോർക്കുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാറേമ്പാടത്ത് അനുമോദന സദസ്സ് നടത്തി. അനുമോദന സദസ്സ് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിലെ കല്ലേപ്പാടത്ത് KSTP പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മേൽക്കൂര സ്ഥാപിക്കണമെന്ന ആവശ്യം. 2 വർഷം മുൻപ് റോഡ് നവീകരണവും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ പൂർത്തീകരിച്ചിരുന്നു. ദേശീയ പേപ്പർ ബാഗ് ദിനത്തിൽ ചേറൂർ ഡിവിഷനിലെ സ്നേഹഹർഷം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പേപ്പർ ബാഗുകളുമായി തൃശൂർ വടക്കേച്ചിറ ലഹരി വിരുദ്ധ ശില്പത്തിന് സമീപം കുട്ടികൾ ഒത്തുചേർന്നു. ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ നേതൃത്വം നൽകി. SNDP യോഗം പൂപ്പത്തി ശാഖ വാർഷിക പൊതുയോഗം യൂണിയൻ പ്രസിഡന്റ് PK സാബു ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MK കൃഷ്ണദാസ് അധ്യക്ഷനായി. കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹീമാന്റെ അനുസ്മരണം നടന്നു. ചുള്ളിക്കാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് നജൂല റജീബ് അധ്യക്ഷത വഹിച്ചു. ആളൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും അനുമോദിച്ചു. അനുമോദന ചടങ്ങ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ പള്ളിയിൽ ഇടവക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സെമിത്തേരിയിലെ അസ്ഥിക്കുഴി വൃത്തിഹീനമാക്കിയവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. തിരുവില്ലോമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിക്ക് പുതിയ ഭാരവാഹികളായി. പ്രസിഡന്റായി മുരളി മേനോനെയും വൈസ് പ്രസിഡന്റായി TP രവികുമാറിനെയും സെക്രട്ടറിയായി VK ഉണ്ണികൃഷ്ണനെയും തിരഞ്ഞെടുത്തു. ചെന്ത്രാപ്പിനിയിൽ CPI ML റെഡ് സ്റ്റാർ സംസ്ഥാനതല ക്യാമ്പും പൊതുസമ്മേളനവും നടത്തി. CPI ML ജനറൽ സെക്രട്ടറി ഡോക്ടർ PJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ഏങ്കക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 10ാം ക്ലാസ് +2 പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം താന്യം പഞ്ചായത്തിലെ വിവിധ പരീക്ഷകളിൽ വിജയം നേടിയവരെയും സ്കൂളുകളെയും ആദരിച്ചു. കണ്ണാടിക്കടവ് വിഷ്ണുമായ ക്ഷേത്രം മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. തിരുവത്ര കുഞ്ചേരി റാവൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും 4ാം വാർഡ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുഞ്ചേരി GMLP സ്കൂളിൽ നടന്ന ക്യാമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ ഉദ്ഘാടനം ചെയ്തു. KSU കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി എഡ്വിൻ റാഫേൽ ചുമതലയേറ്റു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ യോഗം ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ ഗജപൂജയ്ക്കും ആനയൂട്ടിനുമുള്ള ഒരുക്കങ്ങൾ തകൃതി. സജ്ജീകരണങ്ങൾക്ക് പ്രതിസന്ധിയായി നാളികേര ലഭ്യത കുറവ്. യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിപ്പിലശ്ശേരി മുതൽ പള്ളിക്കുളം വരെ പിന്നാക്ക കാൽനട ജാഥ നടത്തി. കടവല്ലൂർ കടങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തിപ്പിലശ്ശേരി ചിറമനങ്ങാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. മുല്ലശ്ശേരി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൺവെൻഷൻ മണലൂർ ഏരിയ സെക്രട്ടറി കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനു സമീപം പരിസരവാസികൾ നടത്തുന്ന റിലേ നിരാഹാര സമരം 7 ദിവസം പിന്നിട്ടു. കമ്പനികളിൽ നിന്നുള്ള രാസമാലിന്യം ഒഴുക്കി പരിസരത്തുള്ള കിണറുകളിലെ ശുദ്ധജലം മലിനപ്പെടുത്തുന്നതായി ആരോപിച്ചാണ് സമരം. ചിറക്കൽ കൊറ്റങ്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരരംഗത്ത്. കൊറ്റങ്കോട് കൽപ്പക നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സമരം പ്രസിഡന്റ് ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. തെലുങ്കു നടൻ ശ്രീനിവാസ റാവു അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സിനിമ, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ എക്കാലവും തിളങ്ങി നിന്നിരുന്ന പ്രതിഭയാണ് ശ്രീനിവാസ റാവു. പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ആദരണം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി മണ്ഡലം 1-ാം വാർഡും 15-ാം വാർഡും സംയുക്തമായി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. വെങ്കിടം GMLP സ്കൂളിന്റെ 100-ാം വാർഷികത്തിനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പ്രമുഖ വ്യവസായി ഡോക്ടർ കരീം വെങ്കിടം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. ആലപ്പാട് പുറത്തൂർ സെന്റ് ആന്റണീസ് പള്ളി കാത്തോലിക്ക കോൺഗ്രസും മാതൃവേദിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോയ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. വെങ്കിടം സെൻട്രൽ ലയൺസ് ക്ലബിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. യുവമോർച്ച പഴയന്നൂർ നീർണമുക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഴയന്നൂർ ഏരിയ സെക്രട്ടറി T അജിൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.